ലോകകപ്പിലെ 7ാം ഫൈനൽ ലക്ഷ്യമിട്ട് മെസ്സിപ്പട ഇന്ന് കളത്തിൽ. അർജന്റീന ഇംഗ്ലണ്ട് ആവേശ പോരാട്ടം രാത്രി 12:30. 6 പതിറ്റാണ്ടിന് ശേഷം ഫൈനൽ പ്രതീക്ഷയിൽ യൂറോപ്യൻ കരുത്തർ. ലോകകപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകളായി സ്പെയിൻ. ഫ്രാൻസിനെ തകർത്തത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. സർക്കാർ അഭിഭാഷക നിയമന വിവാദത്തിൽ KSUവിനെ തള്ളി മുഖ്യമന്ത്രി. KSU അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് VD സതീശൻ. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് ബിൽഡറെ തീരുമാനിക്കുന്നത്? നോ ഗവൺമെന്റ് ബിൽഡറെ നിയമിക്കുന്നതിന് അവർക്കെന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. അവർക്കൊന്നും ഒരു കാര്യമില്ല. ലോയേഴ്സ് കോൺഗ്രസ് നേരിട്ട് പരാതി നൽകിയിട്ടില്ല. നിയമനങ്ങൾ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ച് ആറന്മുള വിമാനത്താവളത്തെക്കുറിച്ച് ആലോചന പോലുമില്ലെന്ന് മുഖ്യമന്ത്രി. ശരീരഭാഷയെക്കുറിച്ചുള്ള P. രാജീവിന്റെ വിമർശനങ്ങൾക്ക് VD സതീശന്റെ മറുപടി. രാജീവ് ബുദ്ധിജീവി, താൻ നാട്ടിൻപുറത്തുകാരൻ, തന്റെ ശരീരഭാഷ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന് മുഖ്യമന്ത്രി. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിയുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയല്ല എൻ്റെ ശൈലി. ഹിന്ദു ഐക്യവേദി നേതാക്കൾ ഒളിച്ചല്ല തന്നെ കാണാൻ വന്നതെന്ന് ന്യായീകരണം. NSS നേതാക്കളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും സതീശൻ. VD സതീശനെതിരായ വിമർശനം കടുപ്പിച്ച് P. രാജീവ്. ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റ് പ്രകാരം പ്ലീഡർ നിയമനം നടത്തിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ലംഘനം നടത്തി. യഥാർത്ഥ മുഖ്യമന്ത്രിയിലേക്ക് സതീശൻ എത്താൻ ഇനിയും ഏറെ ദൂരം. ഇപ്പോഴും സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ പോലെയെന്നും രാജീവ്. പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ ആടിയുലഞ്ഞ് LDF. സ്ഥാനം നൽകാൻ കഴിയില്ലെന്ന് CPI അറിയിച്ച് LDF കൺവീനർ. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPI. ഒരു അധ്യായം അടഞ്ഞതല്ല. ഇപ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുമെന്നാണോ CPI? പൂർണ്ണ വിശ്വാസമുണ്ട്. പദവിയില്ലെങ്കിൽ കടുത്ത നിലപാടെടുക്കണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അഭിപ്രായം. നിയമസഭയിൽ ഉൾപ്പെടെ CPIM നിലപാടുകളെ പിന്തുണയ്ക്കേണ്ട എന്ന് നേതാക്കൾ. പ്രതിപക്ഷ ഉപനേതാവ് പദവി തർക്കത്തിൽ അതിരൂക്ഷ വിമർശനവുമായി RJD. ഇതാണോ പ്രതിപക്ഷ പ്രവർത്തനമെന്ന് വർഗീസ് ജോർജിന്റെ ചോദ്യം. നിസ്സാര പദവിക്ക് വേണ്ടി പ്രധാന പാർട്ടികൾ കലഹിക്കുന്നു. തർക്കത്തിന്റെ പേരിൽ മുന്നണി യോഗം ചേരാത്തത് അംഗീകരിക്കാൻ കഴിയില്ല. CPI വിട്ടുവീഴ്ച ചെയ്ത ചരിത്രമില്ലെന്നും RJD സെക്രട്ടറി ജനറൽ. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്കെതിരായ ശിക്ഷാവിധി നാളെ. പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശിക്ഷാവിധിയിന്മേൽ വാദം പൂർത്തിയായി. സമൂഹത്തിന് ഭീഷണിയായ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. പരമാവധി ശിക്ഷ നൽകരുതെന്ന് പ്രതിഭാഗം. വധശിക്ഷ കൊടുക്കണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ. ഓപ്പറേഷൻ തൂഫാന് കരുത്തു പകരാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് കേരളത്തിലേക്ക്. കൊച്ചിയിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. പരിപാടിയുടെ ഭാഗമാകാൻ മോഹൻലാലും. ചെന്നൈയിൽ വിജയുമായി കൂടിക്കാഴ്ച നടത്തി ചെന്നിത്തല. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ നടപടികൾ വേഗത്തിലാക്കി AICC. നിർണായക ചർച്ച 20-ന് ശേഷം ഡൽഹിയിൽ. മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. മുതിർന്ന MP-മാരുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തും. ഒരാൾക്കൊരു പദവി എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ആലപ്പുഴ വലിയ ചുടുകാട്ടിലെ സ്മാരക വിവാദത്തിന് ഫുൾ സ്റ്റോപ്പ്. തർക്കം പരിഹരിച്ച് CPIയും CPIMഉം. പരസ്പരം മറയാത്ത രീതിയിൽ VSന്റെയും TV തോമസിന്റെയും സ്മാരകങ്ങൾ പണിയാൻ ധാരണ. പ്രാദേശിക തർക്കം മാത്രമെന്ന് VSന്റെ മകൻ. നേതാക്കൾ സമയോചിതമായി ഇടപെട്ടെന്നും VA അരുൺകുമാർ. $3 കോടി നൽകിയാൽ മന്ത്രിയാക്കാമെന്ന വ്യാജ വാഗ്ദാനവുമായി വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് ഫോൺ കോൾ. വാട്സാപ്പ് വഴി ബന്ധപ്പെട്ടത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് ഡൽഹി നമ്പർ എന്ന സ്ഥിരീകരണം. സൈബർ സെല്ലിൽ പരാതി നൽകി ഏലത്തൂർ MLA. അവർ മന്ത്രിയാക്കാന്ന് പറയുമ്പം അവർ മിനിമം ഒരു ബോധം വേണം. അവർ സംസാരിക്കുന്നത് കേരളത്തിലാണ്, കേരളത്തിലെ ഒരു MLAയോടാണ് സംസാരിക്കുന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവണം. അപ്പോൾ അത് കൃത്യമായിട്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ നിർണായക ശബ്ദരേഖ പുറത്തുവിട്ട് ന്യൂസ് മലയാളം. സംസ്ഥാന സെക്രട്ടറി MP അഞ്ജന കമ്മീഷനായ 31 ലക്ഷം മുൻകൂർ വാങ്ങി. പ്രചാരണ സാമഗ്രി കൊടുത്ത കമ്പനിക്ക് കരാർ തുക മുഴുവൻ കിട്ടിയുമില്ല. ഇപ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ലെന്ന് കമ്പനി പ്രതിനിധി. ശബ്ദരേഖ BJP നേതൃത്വത്തിന് കിട്ടിയത് പരാതിക്കൊപ്പം തെളിവായി. നമ്മുടെ ആ പേയ്മെൻറ്റ് ഫുള്ള് വാങ്ങിത്തരുമ്പം കൊടുക്കാമെന്നല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ. മലപ്പുറം കുന്നുംപുറത്ത് കപ്പലണ്ടി തൊണ്ടയിൽ കുടുങ്ങി 3 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് ചെങ്ങാനി സ്വദേശി മുഹമ്മദ് റിസാൻ. ശ്വാസതടസ്സം നേരിട്ട കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലത്ത് INTUC യൂണിയന് വഴിവിട്ട സഹായവുമായി പൊതുമേഖലാ സ്ഥാപനമായ KMML. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് വേദിയൊരുക്കാൻ ചട്ടങ്ങൾ ലംഘിച്ച് സഹായം ഇറക്കി നൽകിയത് ലോഡ് കണക്കിന് മോണോസൈറ്റ് അടങ്ങിയ മണൽ. മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ. ന്യൂസ് മലയാളം ബിഗ് ഗസ്റ്റ്. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ കോടതിയലക്ഷ്യ നടപടിയിൽ K ബിജുവിനെതിരെ വീണ്ടും ഹൈക്കോടതി. കോടതിയെ അധിക്ഷേപിച്ചത് അതീവ ഗൗരവമുള്ള കാര്യം. 17 വർഷം സർവീസുള്ള സീനിയർ ഉദ്യോഗസ്ഥന് ഒരിളവും പ്രതീക്ഷിക്കേണ്ടതില്ല. കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വടകര കടത്തനാട് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതി കീഴടങ്ങി. സൊസൈറ്റി സെക്രട്ടറി പ്രീന കീഴടങ്ങിയത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ. നീക്കം ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ. സെക്രട്ടേറിയറ്റ് സമരം കടുപ്പിച്ച് LP ST ഉദ്യോഗാർത്ഥികൾ. കൈകൂപ്പി മുട്ടിൽ നിന്ന് സഹന സമരം. 5 ജില്ലകളിലെ 1ാം റാങ്കുകാർക്ക് നിയമനം കിട്ടിയില്ലെന്ന് സമരക്കാർ. റിലേ സമരം 10ാം ദിവസത്തിൽ. സ്ട്രീമർ തൊപ്പിക്കും കൂട്ടാളികൾക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി മുഹമ്മദ് മമ്മുവിന്റെ കസ്റ്റഡി റിപ്പോർട്ട്. തൊപ്പിയും സംഘവും സ്ത്രീകളെ നിരന്തരം അധിക്ഷേപിക്കുന്നവർ. സംഘത്തിന്റെ ഓരോ ഇടപെടലുകളും കുട്ടികളെ വഴിതെറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ. ജാമ്യം നൽകിയാൽ സമൂഹത്തിന് നിയമത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും പോലീസ്. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജൂലൈ 21 മുതൽ ഊബർ ഓല ടാക്സികൾ നിരത്തിലിറങ്ങില്ല. കമ്പനികൾ ഇരട്ടി കമ്മീഷൻ ഈടാക്കുന്നുവെന്ന് ഡ്രൈവർമാർ. കിലോമീറ്റർ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. മിനിമം നമുക്ക് 200 രൂപയെങ്കിലും നമുക്ക് കിലോമീറ്ററിന് ഫെയർ വേണം. ഒരു മിനിമം ഒരു 15 രൂപ പോലും നമുക്ക് കറക്റ്റായിട്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് ഫെയർ കിട്ടുന്നില്ല. കമ്മീഷൻ അതിൻ്റെ പുറമെ കമ്മീഷൻ. ഇപ്പം 400 രൂപയ്ക്ക് നമ്മൾ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 200 രൂപ വഴി എടുക്കും, ബാക്കി 200 രൂപ നമുക്ക് കിട്ടുന്നുള്ളൂ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികൾക്ക് വിട നൽകാൻ നാട്. കൊട്ടാരക്കര ജൂബിലി മന്ദിരം ചാപ്പലിൽ നടന്ന പൊതുദർശനം തുടരുന്നു. സംസ്കാരം വൈകിട്ട് 4-ന് മാർത്തോമ വലിയ പള്ളിയിൽ. ഫുക്കോക്കിന് സമീപമുണ്ടായ അപകടത്തിൽ മരിച്ചത് 2 മലയാളികളടക്കം 15 പേർ. മണിപ്പൂരിൽ അസം റൈഫിൾസ് ക്യാമ്പിന് നേരെ ആക്രമണം. വാഹനങ്ങൾക്ക് തീയിട്ടു. സൈനികർക്ക് നേരെ കല്ലേറ്. സംഘർഷത്തിന് കാരണം നാഗ സായുധ ഗ്രൂപ്പ് അംഗങ്ങൾക്കായുള്ള തിരച്ചിൽ. മഹാരാഷ്ട്രയിൽ സോപ്പ് പൊടി കലക്കി നിർമ്മിച്ച 2.3 കോടി ലിറ്റർ കൃത്രിമ പാൽ പിടികൂടി. ധാരാശിവ് ജില്ലയിൽ നടക്കുന്ന തട്ടിപ്പ്. കാലിത്തീറ്റ വിൽപ്പനയുടെ മറവിൽ 2.5 കോടിയോളം കൃത്രിമ പാൽ നിർമ്മിച്ചത്. 100 ലിറ്റർ മാത്രം ശുദ്ധമായ പാൽ ഒഴിച്ച് 7 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. എഴുത്തുകാരി തസ്ലീമ നസ്രിൻ പശ്ചിമ ബംഗാളിൽ എത്തുന്നതിനെ ചൊല്ലി BJP തൃണമൂൽ പോര്.
മതമൗലികവാദികൾക്ക് വഴങ്ങാത്ത പുതിയ ബംഗാൾ വന്നെന്ന് BJP. മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരെ BJP ആദരിക്കുന്നുവെന്ന് തൃണമൂൽ. തസ്ലീമയ്ക്കൊപ്പം മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വേദി പങ്കിട്ടേക്കും. ഇംഗ്ലീഷിനെ ഇന്ത്യൻ ഭാഷയായി എങ്ങനെ കണക്കാക്കുമെന്ന് സുപ്രീം കോടതി. CBSEയുടെ ത്രിഭാഷാ നയം ഇന്ത്യൻ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കാനുള്ളതെന്നും കോടതി. ഒരു ഭാഷയും പഠിക്കുന്നത് വെറുതെ ആവില്ല എന്നും ചീഫ് ജസ്റ്റിസ്. പരാമർശം ത്രിഭാഷാ നയം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ നയം സ്റ്റേ ചെയ്യാതെ കോടതി. നാഗർകോവിൽ കസ്റ്റഡിയിൽ മരണത്തിൽ TVKക്കെതിരെ DMK. മുഖ്യമന്ത്രി വിജയ് മൗനം വെടിയണമെന്ന് ഉദയനിധി സ്റ്റാലിൻ. ഭിന്നശേഷിക്കാരനായ യുവാവിനെ അറസ്റ്റ് ചെയ്തത് പാൻ മസാല വിറ്റെന്നാരോപിച്ച് ഒരു വാർഡൻ ഉൾപ്പെടെ 3 ജയിൽ ജീവനക്കാർ അറസ്റ്റിൽ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാനിൽ വ്യാപക ആക്രമണം തുടർന്ന് അമേരിക്ക. ബന്ദർ അബ്ബാസിലും ഹോർമോസ് ഗനിലും സ്ഫോടനങ്ങൾ. ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങൾ ആക്രമിച്ച് ഇറാന്റെ മറുപടി. ജോർദാനിലെ അമേരിക്കൻ വ്യോമ താവളം ആക്രമിച്ച് ഇറാൻ. ഹോർമോസിൽ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ താരിഫ് പിൻവലിച്ച് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചെന്ന് വ്യാജ പ്രചരണം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ചെന്ന്. കറൻസിയും ദേശീയ പതാകയും പ്രാബല്യത്തിലെന്നും പ്രചാരണം. അപകീർത്തി കേസിൽ US വാർത്താ ഏജൻസി ബ്ലൂംബർഗ് 3.5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സിംഗപ്പൂർ ഹൈക്കോടതി. നിർണായക വിധി. സിംഗപ്പൂർ മന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണ വാർത്തയിൽ മാധ്യമത്തിന് ദുരുദ്ദേശമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തൽ. വിധിയിൽ നിരാശയെന്ന് ബ്ലൂംബർഗ് എഡിറ്റർ. സ്പെയിൻ ഫ്രാൻസ് ആവേശ പോരാട്ടത്തിന് സാക്ഷിയായി മലയാളത്തിന്റെ മോഹൻലാൽ. മത്സരം കാണാൻ എത്തിയത് ഭാര്യ സുചിത്രയ്ക്കും ആന്റണി പെരുമ്പാവൂരിനുമൊപ്പം. മീശ പിരിച്ച് കളി കാണുന്ന മോഹൻലാലിന്റെ ചിത്രം ഏറ്റെടുത്ത ആരാധകർ.